പൂർണ്ണ നിശബ്ദതയുടെ ദുഃഖശനിയിലൂടെ കടന്നുപോകുന്ന ഏവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് പൂർണ്ണ നിശബ്ദതയുടെ വലിയ ശനിയാഴ്ചയിലൂടെ കടന്നു പോവുകയാണ്. യോബിൻ്റെ പുസ്തകം 14 അധ്യായം 14 വാക്യം ഇപ്രകാരം പറയും: മരിച്ച മനുഷ്യൻ വീണ്ടും ജീവിക്കുമോ? എങ്കിൽ എൻ്റെ സേവനകാലം തീർന്ന് മോചനത്തിൻ്റെ നാൾ വരുന്നതുവരെ ഞാൻ കാത്തിരിക്കുമായിരുന്നു. ശാന്തമായ സ്ഥലങ്ങളിൽ വേട്ടയാടുന്ന സൗന്ദര്യം കാണപ്പെടുന്നു. മെഴുകുതിരി കത്തിച്ച കോണുകളിലും മഴയുള്ള കാടുകളിലും കഷ്ടപ്പാടുകളുടെ അടയാളം കാണപ്പെടുന്നു. ദൈവീക ആലയങ്ങളിൽ അധികം അറിയപ്പെടാത്ത ഒരു രത്നം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതൊരു ആരാധനയാണ്, ഒരു പുരാതന നിഗൂഢമായ അജ്ഞാത ചിന്ത. വിശുദ്ധ ശനിയാഴ്ചയുടെ നിശ്ചലതയിൽ പള്ളികൾ ശൂന്യമാവുകയും കൂടാരത്തിൻ്റെ വാതിൽ ചാരി തൂങ്ങിക്കിടക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥ സാന്നിധ്യത്തിൻ്റെ അഭാവം വെളിപ്പെടുത്തുന്നത് ഇതുമാത്രമാണ്. ദൈവം ജഡത്തിൽ മരിച്ച നിമിഷമാണിത്. യേശുവിൻ്റെ ആത്മാവ് ശരീരമുപേക്ഷിച്ച് പാതാളത്തിലേക്ക് ഇറങ്ങി. ആദാമിനെയും ഹവ്വയെയും ആയിരക്കണക്കിന് വർഷങ്ങളായി കാത്തിരിക്കുന്ന നീതിമാന്മാരുടെ എല്ലാ ആത്മാക്കളെയും രക്ഷിക്കാൻ മിശിഹ ഇതുവരെ വന്നിട്ടില്ലാത്തതിനാൽ സ്വർഗത്തിൽ നിന്ന് അടച്ചു. മരിച്ചവരുടെ മണ്ഡലത്തിൽ ക്രിസ്തുവിനെ കാത്തിരിക്കുന്നത് എങ്ങനെയായിരുന്നു? ഒരുപക്ഷെ അത് ഒരു ഇരുണ്ട മുറിയിൽ ഇരിക്കുന്നത് പോലെയായിരുന്നു. കറുത്ത നിറത്തോട് വളരെ കാലം പൊരുത്തപ്പെട്ടു, പക്ഷേ ഇപ്പോൾ വാതിൽ തുറക്കുന്നു, വെളിച്ചം പകരുന്നു. ഞങ്ങൾ എപ്പോഴും ആഗ്രഹിച്ച ഒരാൾ വാതിൽപ്പടിയിൽ നിൽക്കുന്നു. ഈ വിശുദ്ധ ശനിയാഴ്ച ഒരു ധ്യാനമായി നാം ഹൃദയത്തിൽ സ്വീകരിക്കേണ്ട വലിയ സത്യമാണ്. വിചിത്രമായ എന്തോ സംഭവിക്കുന്നു. ഇന്ന് ഭൂമിയിൽ ഒരു വലിയ നിശബ്ദതയുണ്ട്, വലിയ നിശബ്ദതയും നിശ്ചലതയും. രാജാവ് ഉറങ്ങുന്നതിനാൽ ഭൂമി മുഴുവൻ നിശബ്ദത പാലിക്കുന്നു. ദൈവം ജഡത്തിൽ നിദ്ര പ്രാപിച്ചതിനാലും ലോകം ഉണ്ടായതു മുതൽ ഉറങ്ങിയവരെ എല്ലാം ഉയർപ്പിച്ചതിനാലും ഭൂമി കുലുങ്ങി നിശ്ചലമാണ്. ദൈവം ജഡത്തിൽ മരിച്ചു. നരകം ഭയന്ന് വിറയ്ക്കുന്നു. കാണാതെ പോയ ആടിനെ പോലെ അവൻ നമ്മുടെ ആദ്യമാതാവിനെ അന്വേഷിക്കാൻ പോയിരിക്കുന്നു. അന്ധകാരത്തിലും മരണത്തിൻ്റെ നിഴലിലും കഴിയുന്നവരെ സന്ദർശിക്കാൻ അത്യധികം ആഗ്രഹിച്ചുകൊണ്ട് ദൈവവും ഹവ്വയുടെ മകനുമായ ബദ്ധരായ ആദാമിനെയും ഹവ്വയെയും ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അവൻ പോയി. തനിക്ക് വിജയം നേടിത്തന്ന ആയുധമായ കുരിശും വഹിച്ചുകൊണ്ടാണ് കർത്താവ് അവരെ സമീപിച്ചത്. അവനെ കണ്ടപ്പോൾ അവൻ സൃഷ്ടിച്ച ആദ്യ മനുഷ്യനെ ആദം ഭയന്ന് അവൻ്റെ നെഞ്ചിൽ അടിച്ച് എല്ലാവരോടും വിളിച്ചു പറഞ്ഞു: എൻ്റെ കർത്താവ് നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. ക്രിസ്തു അവനോട് ഉത്തരം പറഞ്ഞു: നിന്റെ ആത്മാവിനാലും. അവൻ അവനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു: ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കൂ, ക്രിസ്തു നിനക്ക് വെളിച്ചം തരും. ഞാൻ നിങ്ങളുടെ ദൈവമാണ്. അവൻ നിങ്ങൾ നിമിത്തം നിങ്ങളുടെ പുത്രനായി തീർന്നു. നിങ്ങളോടും നിങ്ങളുടെ സന്തതികളോടുമുള്ള സ്നേഹം നിമിത്തം ഞാൻ ഇപ്പോൾ എൻ്റെ സ്വന്തം അധികാരത്താൽ ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും പുറത്തു വരാൻ കൽപ്പിക്കുന്നു. അന്ധകാരത്തിൽ കഴിയുന്ന എല്ലാവരെയും പ്രകാശിപ്പിക്കാൻ, ഉറങ്ങുന്ന എല്ലാവരെയും എഴുന്നേൽക്കാൻ, ഉറങ്ങുന്നവനെ നിന്നെ ഉണർത്താൻ ഞാൻ കൽപ്പിക്കുന്നു. ഞാൻ നിന്നെ നരകത്തിൽ തടവിലാക്കാനല്ല സൃഷ്ടിച്ചത്. മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, കാരണം ഞാൻ മരിച്ചവരുടെ ജീവനാണ്. എൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരെ, എൻ്റെ കൈകളുടെ പ്രവൃത്തിയെ എഴുന്നേൽക്കൂ, എഴുന്നേൽക്കൂ, നമുക്ക് ഈ സ്ഥലം വിടാം. കാരണം നീ എന്നിലും ഞാൻ നിന്നിലുമാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു വ്യക്തിയെ മാത്രമേ രൂപപ്പെടുത്തുകയുള്ളൂ. ഞങ്ങളെ വേർപെടുത്താൻ കഴിയില്ല. നിന്റെ ദൈവമായ ഞാൻ നിന്റെ പുത്രനായി തീർന്നു. കർത്താവായ ഞാൻ അടിമയുടെ രൂപം സ്വീകരിച്ചു. ആകാശത്തിന് മുകളിൽ വീടുള്ള ഞാൻ ഭൂമിയിലേക്കും ഭൂമിക്ക് കീഴിലേക്കും ഇറങ്ങി. നിങ്ങൾ നിമിത്തം മനുഷ്യർക്കു വേണ്ടി ഞാൻ പരസഹായമില്ലാത്ത ഒരു മനുഷ്യനെ പോലെ മരിച്ചവരുടെ ഇടയിൽ സ്വതന്ത്രനായി.
ഒരു പൂന്തോട്ടം ഉപേക്ഷിച്ച നിനക്ക് വേണ്ടി എന്നെ ഒരു പൂന്തോട്ടത്തിൽ വെച്ച് യഹൂദന്മാർക്ക് ഒറ്റിക്കൊടുത്തു. ഒരു പൂന്തോട്ടത്തിൽ എന്നെ ക്രൂശിച്ചു. ഒരിക്കൽ ഞാൻ നിന്നിലേക്ക് ശ്വസിച്ച ജീവൻ നിനക്കായി തിരികെ കൊണ്ടുവരാൻ എനിക്ക് ലഭിച്ച തുപ്പൽ എൻ്റെ മുഖത്ത് നോക്കൂ. എൻ്റെ പ്രതിച്ഛായയിൽ നിങ്ങളുടെ വികൃതമായ സ്വഭാവം പുനർനിർമ്മിക്കുന്നതിനായി എനിക്ക് ലഭിച്ച അടിയുടെ അടയാളങ്ങൾ അവിടെ കാണുക. നിന്റെ മുതുകിൽ ഭാരമുള്ള പാപഭാരം നീക്കാൻ ഞാൻ സഹിച്ച ചമ്മട്ടിയുടെ പാടുകൾ എൻ്റെ മുതുകിൽ കാണൂ. ഒരിക്കൽ മരത്തിനു നേരെ ദുഷ്ടതയോടെ കൈനീട്ടിയ നിനക്കായി ഒരു മരത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന എൻ്റെ കൈകൾ കാണുക. നിങ്ങളോടൊപ്പം ഒന്നാണ് ഇപ്പോൾ ഈ പാതാളത്തിൽ ഞാൻ, നിങ്ങളെ എല്ലാവരെയും ദൈവത്തിൽ സ്വർഗത്തിൽ ഒന്നാക്കുവാൻ വേണ്ടി. ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും സഭ ഈ രാത്രി കാവൽ നിൽക്കുന്നു. രക്ഷയുടെ ചരിത്രത്തിൻ്റെ പ്രധാന ഘട്ടങ്ങളിൽ അവൾ വീണ്ടും ജീവിക്കുന്നു. ഒരു തരത്തിൽ ദൈവം തന്നെ കാത്തു സൂക്ഷിക്കുന്ന, കാവലിനെ ഉയർത്തുന്ന ഈ നിരീക്ഷണം രക്ഷയുടെ ആവിഷ്കാരമാണ് നാം ആഘോഷിക്കുന്ന വിശുദ്ധ ആരാധനക്രമം. പുറപ്പാട് പുസ്തകം നമ്മോട് പറയുന്നു, അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കർത്താവ് ജാഗ്രതയായി വർത്തിച്ച രാത്രിയാണത്. അക്കാരണത്താൽ തലമുറ തോറും ഇസ്രയേൽക്കാർ ഉറക്കമളച്ചിരുന്ന് ആ രാത്രി കർത്താവിൻ്റെ ബഹുമാനാർത്ഥം ആചരിക്കണം എന്ന്. 121 സങ്കീർത്തകനോടൊപ്പം നമുക്കും ഈ ദിവസം ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്കു തണലേകാൻ അവിടുന്ന് നിന്റെ വലത്ത് ഭാഗത്ത് ഉണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. പ്രിയമുള്ളവരെ, ഈ വലിയ ശനിയാഴ്ച, കർത്താവ് നമുക്ക് കാവൽ നിൽക്കുന്ന ശനിയാഴ്ച, നാം കർത്താവിന് വേണ്ടി എനിക്ക് ജീവൻ പ്രദാനം ചെയ്യുന്ന, ഉദ്ധാനം നൽകുവാൻ പോകുന്ന കർത്താവിന് വേണ്ടി കാത്തിരിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ, കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ, കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ. കയ്യിലാടി പഴുതുകൾ കാട്ടി അവൻ മേഘാരൂഢനായി മാറി, ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ, കാണുന്നെൻ്റപ്പായേ. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം, 1000 സൂര്യനെ വെല്ലുന്ന ശോഭയെ. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം, 1000 സൂര്യനെ വെല്ലുന്ന ശോഭയെ. കയ്യിലാടി പഴുതുകൾ കാട്ടി അവൻ മേഘാരൂഢനായി മാറി, ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ, കാണുന്നെൻ്റപ്പായേ. ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ,
കാണുന്നെൻ്റപ്പായേ